ഇന്ന് നമുക്ക് നമ്മുടെ പേരാപൂരമ്മയുടെ വിശേഷം കേൾക്കാവേ. എൻ്റെ വീഡിയോ വഴി കുറേ പേര് പേരാപൂരം എന്ന ക്ഷേത്രത്തെക്കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വീടിന് തൊട്ട് നടയിലുള്ള അമ്പലമാണ് വെളിപ്പുറത്തുള്ള. ഞാൻ എൻ്റെ ഏത് വിഷമത്തിന് ഓടി ചെല്ലുന്ന എൻ്റെ പേരാപൂരമ്മയുടെ വിശേഷമാണേ. അവിടെ ഉത്സവം നടക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ പോകുന്ന ഞാനൊന്ന് വൈകുന്നേരം പോയി ഒന്ന് ദീപാരാധന തൊഴണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഗാന്ധാരിയമ്മ കോവിലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ദീപാരാധനയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പലത്തിലെ കുറച്ച് വിശേഷമാവാമെന്ന് കരുതി. പരിചയമുള്ള ഒരുപാട് പേര്, ദൂരെ നിന്നുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ കാണുന്ന. അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം നമ്മളെക്കുറിച്ച്. പക്ഷേ ദൂരെ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ആളോ വീഡിയോകളൊക്കെ കാണാറുണ്ട്. നമ്മൾ അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴും വരണം എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അമ്മയില്ല, ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇപ്പോൾ ഒരിടവും പോകാൻ പറ്റുന്ന പാകത്തിനല്ല. വരും, എല്ലായിടത്തും ഇറങ്ങും. പിന്നെ അമ്മീനെ ഞാൻ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. കാരണം പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പേരുടെയും സന്തോഷവും സമാധാനവും ഒക്കെ പോയി തുടങ്ങുന്നുണ്ട്. കാരണം അമ്മ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ആളാവുന്നില്ല, കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അമ്മയില്ല. പിന്നെ നമ്മുടെ അമ്മയുടെ നടയിൽ പോയി. ഇന്ന് കൊന്നുതോറ്റം പോട്ടാണ്. അങ്ങനെ നമ്മുടെ അമ്പലത്തിലേക്ക് ചുറ്റും നടന്നതിന് ശേഷം നേരെ പോയത് നമ്മുടെ മേളുവശത്ത് പൊങ്കാലയ്ക്ക് അടുപ്പ് പിടിക്കാനാണേ. പൊങ്കാല വരുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടാവും. അങ്ങനെ നേരത്തെ അടുപ്പ് പിടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് തണലുള്ള ഭാഗത്ത് കയറി അങ്ങ് ഇരിക്കാം. അങ്ങനെ ഞാനൊരു 3 പേരിനോട് എൻ്റെ കൂടെ ഉണ്ട്. ആ 3 പേർക്ക് വേണ്ടിയിട്ട് അടുപ്പൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് താഴെ ഇറങ്ങിയത്. അടുപ്പ് പിടിക്കാനായിട്ട് നന്ദപ്പനും കൂടി. പിന്നെ നന്ദപ്പനും ഞാനും കൂടെ അടുപ്പ് പിടിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണാൻ പറ്റുന്ന മാക്സിമം കുസൃതികളൊക്കെ അവിടെ ഒപ്പിച്ചു. കയറാൻ പറ്റുന്നിടത്ത് ഇറങ്ങാൻ പറ്റുന്നിടത്തൊക്കെ വലിഞ്ഞ് കയറി ആകെ സീനായിരുന്നേ. എങ്ങനെയെങ്കിലും പിന്നെ അവിടുന്ന് താഴെ ഇറങ്ങാൻ മതി എന്നായില്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് നമുക്ക് പണി തരുമെന്ന് ഉറപ്പായപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് താഴെ വന്നു. അങ്ങനെ എൻ്റെ പേരാപ്പൂരം അമ്മച്ചിയെ കണ്ട വിശേഷം കൂടെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.